കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനോത്സവം 2024 പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാർഖണ്ഡിലെ ജാറിയ. 2024 പെൻപിൻഡർ സമ്മാനം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് ആരാണ്? സഞ്ജന ഠാക്കൂർ, മുംബൈക്കാരിയാണ്. മലയാള സിനിമയിലെ ആദ്യ പിന്നണി ഗാനരചയിതാവ് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ചിത്രം നിർമ്മല. മാവ് പുളിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മ്യൂണിച്ചിലെ സുന്ദരികളും സുന്ദരന്മാരും എന്ന യാത്രാവിവരണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്രൊഫസർ എസ് ശിവദാസ്. 2027 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഏത് രാജ്യത്താണ്? ബ്രസീൽ. സയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അറിയുക. സയൻറ്റിയ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സയൻസ് എന്ന വാക്ക് ഉണ്ടായത്. ഒസിമം സാങ്ക്ടം എന്ന ശാസ്ത്രനാമമുള്ള നമുക്കേറെ പരിചയമുള്ള ഒരു ഔഷധ സസ്യം ഏതാണ്? കൃഷ്ണതുളസി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂപ്പർ പ്രസിഡന്റ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധിയെ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫ്രിഡ്ജ്. സ്വദേശാഭിമാനി പത്രാധിപർ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. ചന്ദ്രയാൻ 4 പ്രധാന ദൗത്യം എന്താണ്? ചന്ദ്രനിലെ മണ്ണായ റിഗോലത്തിനെ ഭൂമിയിൽ എത്തിക്കുക. 2024 ഒക്ടോബറിൽ സ്കോട്ട്ലാൻഡ് ഗ്ലാസ്ഗോ സർവകലാശാല ആദരിച്ച ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്. ബോട്ട് യാത്രയിൽ വായനാ സൗകര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. ഏത് ബോട്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത്? ആദിത്യ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ ബോട്ടാണ് ആദിത്യ. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കീറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ. ആരുടെ വരികളാണ് ഇവ? പാല നാരായണൻ നായർ. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? വയലാർ രാമവർമ്മ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവി ആരാണ്? വയലാർ രാമവർമ്മ. കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ്. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശുചിത്വ കേരളം സുസ്ഥിര കേരളം ജനകീയ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? കൊട്ടാരക്കര, കൊല്ലം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? VS രമാദേവി, ആന്ധ്രാപ്രദേശുകാരിയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. 2024 ദാദാസാഹിബ് പുരസ്കാര ജേതാവായ മിഥുൻ ചക്രവർത്തിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് 1976 ആദ്യമായി നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതാണ്? മൃഗയ. കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ പ്രതീകമായ കലാരൂപം അലാമിക്കളി. ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രൈൻ സൊല്യൂഷൻ പ്രധാനമായും ഏത് ലവണത്തിൻ്റെ ലായനിയാണ്? സോഡിയം ക്ലോറൈഡ്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? മെർക്കുറി. വിക്കിപീഡിയ നിലവിൽ വന്നത് എന്നാണ്? 2001 ജനുവരി 15. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏതാണ്?
തൈറോയിഡ് ഗ്രന്ഥി. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് 1911. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? അതും കൊൽക്കത്തയിലാണ്, 1896 ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ആരെയാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്? ജവഹർലാൽ നെഹ്റുവിനെയാണ് രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ഈയിടെ വിരമിച്ച ഒളിമ്പിക്സ് ജിംനാസ്റ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ദീപ കർമാക്കർ. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോയി. വൃക്ഷം എന്ന ഈ കവിത എഴുതിയത് ആരാണ്? വയലാർ രാമവർമ്മ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് SDSCയിൽ നിന്നാണ്. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? സതീഷ് ധവൻ സ്പേസ് സെൻറ്റർ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. പണമെന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും. ഈ വരികൾ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B. കാണാതെ പോയ സർക്കസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റഷീദ് പരപ്പനങ്ങാടി. ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 21. പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ വളരെയധികം ശ്രദ്ധ നേടിയ മലയാളി വനിതയായിരുന്നു ഗായത്രി നാരായണൻ. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ലിക്റ്റൻസ്റ്റെയിൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ പതാക വഹിച്ചതിലൂടെയാണ് ഗായത്രി നാരായണൻ ശ്രദ്ധ നേടിയത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സർവീസ് ആരംഭിച്ച നേതാവ് ആരാണ്? ഉഷ മേത്ത. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സമ്മാനിക്കുന്ന പുരസ്കാരം ഏതാണ്? കായകൽപ പുരസ്കാരം. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ കലാകാരൻ ആരാണ്? ആനന്ദി ഏകർഷി. മികച്ച സിനിമയായും തിരഞ്ഞെടുക്കപ്പെട്ട ആട്ടം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ് ആനന്ദി ഏകർഷിക്ക് പുരസ്കാരം ലഭിച്ചത്. കുട്ടികളുടെ SK പൊറ്റക്കാട്ട് എന്ന കൃതി എഴുതിയത് ആരാണ്? അശോകൻ ഏങ്ങണ്ടിയൂർ. SK പൊറ്റക്കാട് കഥാപാത്രമാകുന്ന M മുകുന്ദൻ്റെ നോവൽ ഏതാണ്? പ്രവാസം. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. എൻ്റെ വഴിയമ്പലങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരം ഏപ്രിൽ 23 എന്നതാണ്. ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ബൈ.